ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ ബാഹുബലിയുടെ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഭിത്തികളിലെല്ലാം മനോഹരമായ ചിത്രങ്ങൾ കാണാം. ഇതിൻ്റെ ഫിലിം ഷൂട്ടിംഗ് നടത്തിയത് ഈ ലൊക്കേഷനിലാണ്. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വളരെ വലിയ സ്ക്രീനിൽ വലിയ കൊട്ടാരമൊക്കെ കാണാം. പക്ഷെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവർ പറഞ്ഞു തന്ന പ്രകാരം ഇതൊക്കെയാണ് ഇവിടുത്തെ മിനിയേച്ചർ കൊട്ടാര സമുച്ചയം. പക്ഷേ ഈ ചെണ്ടയൊക്കെ ശരിക്കും വളരെ വലുതാണ്. കൊട്ടിയാൽ ശബ്ദവും കേൾക്കുന്നുണ്ട്. ബാഹുബലി സിനിമയിലെ മനോഹരമായ ചിത്രങ്ങളാണ് ഈ ഭിത്തിയിലെല്ലാം. ബാഹുബലിയിലെ ഓരോ രംഗങ്ങളാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു വലിയ ബെല്ല് കാണാം, മണി. സിനിമയിൽ കാണുന്ന പല രംഗങ്ങളിലും ഈ വാതിലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമുക്കകത്തേക്ക് കയറാം. ഇതാണ് ശരിയായിട്ടുള്ള ലൊക്കേഷൻ. സിനിമയിൽ കാണുന്ന പോലൊന്നും അതിഗംഭീരമായ ലൊക്കേഷനൊന്നുമല്ല. എങ്കിലും അത് ശരിയായി കണ്ടിട്ടുള്ളവർക്കെല്ലാം ഈ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിയായിട്ട് മനസ്സിലാകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ യാത്രയൊക്കെ. ബാഹുബലി സിനിമയിലെ പാട്ടും അതിലെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇതിലെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ. പലരുടെയും സൗണ്ട് പാട്ടിനേക്കാൾ ഉച്ചത്തിൽ കേൾക്കുന്നത് കൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്.
ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. നല്ല ചൂടായിരുന്നു ഹൈദരാബാദിൽ, എന്നാലും ആ വെയിൽ കൊണ്ട് ഇതെല്ലാം കാണാൻ സാധിച്ചു. നല്ല തിരക്കുമുണ്ടായിരുന്നു. സിനിമയിൽ കാണുന്നതിൽ നിന്നും തീർത്തും വിഭിന്നമായ രംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കോർത്തിണക്കി എന്ത് ഭംഗിയായിട്ടാണ് സിനിമ പുറത്തു വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കാൻ ഉണ്ട്. ധാരാളം ആൾക്കാർ അവിടെ വാങ്ങിക്കുന്നുമുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. സാധാരണ പോലെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത ശ്രദ്ധിച്ച ഒരു ബാഹുബലി ബിരിയാണിയുണ്ട്. ഒരു 4 പേർക്കെങ്കിലും സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്